എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ 1 മിനിറ്റിൽ സ്കാൽപ്പേഴ്സിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ക്യാൻഡിൽസ്റ്റിക്സ് അല്ലെങ്കിൽ ടൈം ഫ്രെയിം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സ്കാൽപ്പിങ്ങിന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് പൊതുവേ ആരും ഇക്വിറ്റീസിൽ സ്കാൽപ്പിങ്ങിന് പോകാറില്ല. ഇൻഡെക്സ് ഓപ്ഷൻസ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ബയ്യേഴ്സ്, നോർമലി പറഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ്ങിന് സ്കാൽപ്പിംഗ് മെത്തേഡ്, അതും 1 മിനിറ്റ് ക്വിക്ക് സ്കാൽപ്പിംഗ് മെത്തേഡ് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഹൈലി എക്സ്പേർട്ടായിട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ സജസ്റ്റ് ചെയ്യേണ്ടുന്നത്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കഴിയുന്നത്ര നിങ്ങൾ കുറച്ചും കൂടി നല്ല സീസൺഡ് ട്രേഡർ ആയതിനു ശേഷം മാത്രമേ ഇത്തരം ട്രേഡ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വൺ സൈഡഡ് റിക്വസ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ് എ മെൻറ്റർ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളത് മാത്രമാണ്. ഇറ്റ്സ് അപ്പ് ടു യു. യു ഹാവ് ടു ചൂസ് യുവർ ഡെസിഷൻ. കഴിയുന്നതും എപ്പോഴും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ ഹെഡ്ജ്ഡ് പൊസിഷൻസ് യൂസ് ചെയ്ത്, സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് വേണം ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് വേണം ട്രേഡിലേക്ക് പോകാൻ. എന്തായാലും നമുക്കിന്ന് ക്വിക്കായിട്ട് 1 മിനിറ്റ് സ്കാൽപ്പിംഗ്, നമുക്കിതിൽ റിക്വയർഡ് സെറ്റപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ധന്നിൻ്റെ ഡെക്സ് T3 പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കൂ. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് അറ്റ് ദ മണി, 1 സ്റ്റെപ്പ് ഇൻ ദ മണി, 1 സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ മണിയുടെ സ്ട്രൈക്സൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ പോയി കണ്ട് സെലക്ട് ചെയ്തിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് പവർ സ്കാൽപ്പർ യൂസ് ചെയ്തിട്ട് ക്വിക്കായിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് 1 ക്ലിക്ക് നമുക്ക് ഓർഡർ എക്സിക്യൂഷനിലേക്ക് പോകാൻ സാധിക്കും. ചാർട്ട് റീഡിങ് പെർഫെക്റ്റ് ആയിട്ട് സാധിക്കും. നമുക്ക് പിന്നെ അടുത്ത് വേണ്ടുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് EMA ക്രോസ് ആണ്. ഷോർട്ട് EMA എന്ന് പറയുന്നത് 9, ലോങ് എന്ന് പറയുന്നത് 21 ഡേ EMA ക്രോസ് നമുക്ക് വേണം. അതൊരു ഇൻഡിക്കേറ്ററാണ്. EMA ക്രോസ് നിങ്ങൾ ധന്നിൻ്റെ ചാർട്ടിൽ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ അവിടെ EMA ക്രോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരും. അതിനകത്ത് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ഷോർട്ട് EMAക്ക് 9ഉം ലോങ് EMAക്ക് നിങ്ങൾ 21 കൊടുക്കുക. കളേഴ്സിന് നിങ്ങൾക്ക് റെഡോ ഗ്രീനോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കളേഴ്സും സെറ്റ് ചെയ്യുക. ദെൻ നമുക്ക് വേണ്ടുന്നത് RSI ആണ്. വോള്യൂം നാച്ചുറലി നമുക്ക് വേണം. RSI ഇൻഡിക്കേറ്ററും കൂടി നമ്മൾ പ്ലോട്ട് ചെയ്യുക. പിന്നെ വേണ്ടുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ, അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചാർട്ട് നോക്കി മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ബിഗിൻ അവർ സ്ക്രീൻ നൗ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഡെക്സ് T3യുടെ പ്ലാറ്റ്ഫോം. ഇവിടെ നോക്കൂ, ധന്നിൻ്റെ ഡെക്സ് T3 പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡെക്സ് T3യുടെ പ്ലാറ്റ്ഫോം. ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് വിഡ്ജറ്റ്സിൽ പോയിട്ടാണ് നമുക്ക് ചാർട്ട് ആദ്യം നമ്മൾ സെലക്ട്, ഇതെല്ലാം നമ്മുടെ ഓരോരോ പ്ലഗിൻസാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് വരും. ചാർട്ട് ദെൻ അതിൽ നിന്നും നമുക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ഓപ്ഷൻ സ്കാൽപ്പിങ്ങിൻ്റെ ഓപ്ഷൻ സ്കാൽപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻ സ്കാൽപ്പർ നമുക്ക് എങ്ങനെ വേണം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു രീതിയിൽ മതി, കാരണം നമുക്ക് ചാർട്ട് ഫുള്ളായിട്ട് വേണം. ഞാനിപ്പോൾ നിഫ്റ്റി എടുത്തു. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, കാരണം നിങ്ങൾ സ്കാൽപ്പിങ്ങിന് വളരെ കൂടുതൽ ഹൈ ബീറ്റ വാല്യൂ ഉള്ള ഇൻഡെക്സിൽ തന്നെ ബീറ്റ വാല്യൂ കൂടുതലുള്ളത് നോക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. അതിന് ബീറ്റ എന്ന് വെച്ചാൽ വോളറ്റിലിറ്റി കൂടുതലായിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെയാണ്. ഓക്കെ, സോ അതിൽ നിഫ്റ്റിയും തീർച്ചയായിട്ടും വോളറ്റിലിറ്റി കൂടുതലാണ്. കമ്പയറിംഗ് ടു ദാറ്റ് വൺ, ബാങ്ക് നിഫ്റ്റി ഓൾവേസ് ഹാവ് എ സർട്ടൻ ഹയർ പെർസെൻറ്റേജ് വൈസ് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ ഓക്കെയാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി വോളറ്റിലിറ്റി കൂടുന്ന ഒരു സിനാരിയോ വരുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ഗാമ എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. പ്രീമിയം സ്പൈക്ക് ഉണ്ടാകുന്നത് വളരെ ഫാസ്റ്റായിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം അത് റിസ്കിയും കൂടിയാണ്. സോ അതിനാണ് ഹയർ ബീറ്റ വാല്യൂ ഉള്ളതിന് ഹയർ വോളറ്റിലിറ്റി ഉണ്ടാവും. ഹയർ വോളറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഹയർ ഡെൽറ്റയുടെ കൂടെ ഗാമ എഫക്റ്റ് വളരെ ഫാസ്റ്റായിട്ടുണ്ടാകും. ഗാമ എഫക്റ്റ് കൂടുതലുണ്ടാകുമ്പോൾ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രീമിയം, അതായത് നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ആ ഒരു തോത് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് ലാഭത്തിൻ്റെ വിഹിതം വർദ്ധിക്കാൻ സാധ്യതയുണ്ടാവും. അതേമാതിരി ലോസിലേക്ക് പോകാനും ചാൻസ് കൂടുതലാണ്. സോ അതും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സോ ഇവിടെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഇത് നമുക്ക് വേണ്ടുന്ന എന്താണ്, RSIയും കൂടി വേണം. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്
നോക്കൂ മൂവിങ് ആവറേജ് ക്രോസ്, മൂവിങ് ആവറേജ് ക്രോസ് ഇൻഡിക്കേറ്ററാണ് ഞാനിവിടെ. ഇവിടുത്തെ മൂവിങ് ആവറേജ് ക്രോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 21 EMA എന്ന് പറയുന്നത് ബ്ലൂ ആണ്, 9 EMA എന്ന് പറയുന്നത് റെഡ് കളറിലാണ്. സോ ഇത് മാത്രമല്ല, നമുക്ക് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇനി ജസ്റ്റ് RSI ഇൻഡിക്കേറ്ററും കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. RSI നോർമൽ RSI സ്ട്രെങ്ത് ഇപ്പോൾ നോക്കൂ, RSI 56 നിൽക്കുകയാണ്, ബോട്ടം ലൈൻ ടച്ച് ചെയ്തു, ദെൻ അഗെയിൻ ഗോയിങ് അപ്വേർഡ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കീനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂവിങ് ആവറേജസ് ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ, ഇവിടെ നിന്നൊരു ക്രോസ് വന്ന് ഡൗണിലേക്ക് പോയി, കണ്ടോ, ശ്രദ്ധിച്ചോളൂ. അതേമാതിരി ഇനി ഇവിടെ നിന്നൊരു അപ്സൈഡ് ക്രോസ് ഓവർ പോവുകയാണെന്ന് വെക്കുക. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സ്കാൽപ്പർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി ഇവിടെ 3 സ്ട്രൈക്സ് ഉണ്ടായിരിക്കും. നോക്കൂ, ഇതിപ്പോൾ നിഫ്റ്റി കിടക്കും, നമുക്ക് ഇവിടുത്തെ മാറ്റിയിട്ട് ബാങ്ക് നിഫ്റ്റി ആക്കണം. ബാങ്ക് നിഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ ATM നോക്കൂ 53,183 റൺ ചെയ്യുന്നത്. അപ്പോൾ ATM എത്രയാണ്? 53,100. നോക്കൂ, ഇവിടെ കാണാൻ കഴിയും നമുക്ക് 53,100, കണ്ടോ, 53,100, 53,200, 53,300, 3 സ്ട്രൈക്സ് ഇവിടെ ഉണ്ടാവും. സോ അത് 3 സ്ട്രൈക്സും നമുക്ക് 1 സ്റ്റെപ്പ് ഇൻ ദ മണി വേണോ, അല്ലെങ്കിൽ 1 സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ മണി വേണോ, അല്ലെങ്കിൽ ATM വേണോ, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒന്നും വേറെ വിൻഡോയിൽ പോയി നമ്മൾ അതൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ബൈ ആണെങ്കിൽ ബൈ കൊടുക്കാം, സെല്ലാണെങ്കിൽ സെല്ല് കൊടുക്കാം. ഓപ്ഷൻ സെല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി സെല്ല് കൊടുക്കാം. ഇവിടെ ഒരു ക്രോസ് ഓവർ സംഭവിച്ചു. എങ്ങനെയായിട്ട് ട്രേഡ് എക്സിക്യൂഷൻ നടക്കുക? ക്രോസ് ഓവർ സംഭവിച്ചു. അതിനോടൊപ്പം തന്നെ ക്രോസ് ഓവർ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ട്രേഡിലേക്ക് പോകാൻ പാടില്ല. ഓരോ ക്യാൻഡിലും 1 മിനിറ്റ് ആണ്. ഒരു ക്രോസ് ഓവർ നല്ല വോള്യത്തോടു കൂടി ഈ ഒരു ഡോജി ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു, കണ്ടോ. അതിനോടൊപ്പം തന്നെ ഒരു ക്രോസ് ഓവർ ഫോം ചെയ്തു, അതിൻ്റെ അനുബന്ധമായിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുന്നു. സോ നമുക്കിതിൻ്റെ മേജർ പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പ്രീവിയസ് ഹൈ നോക്കൂ, ഈ ഒരു ലെവലാണ്, കണ്ടോ, ഇവിടെയാണ് പ്രീവിയസ് ഹൈ വന്നേക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഫസ്റ്റ് ടാർഗറ്റ് ഇത്, ദെൻ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള സെക്കൻഡ് ടാർഗറ്റ് ഇത്. സോ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി എന്താ ഇനി വേണ്ടുന്നത്, ഇവിടെ ഒന്നുകിൽ ഇതിന് മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രിയിലേക്ക് ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് പോകാൻ പാകത്തിന് റെഡി ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 1. രണ്ടാമത്, ഒരിക്കൽ ഈ ക്രോസ് ഓവർ കഴിഞ്ഞാൽ ഉടനെ എന്താ സംഭവിക്കുക, ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കും. പക്ഷേ അതിന് നിങ്ങൾ എൻട്രി എടുക്കാൻ പോകരുത്. പകരം ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ഫോർ എ കൺഫർമേഷൻ. റീട്രേസ്മെൻറ്റിന് ഗുണം എന്താണ്, ഒരിക്കൽ ഹൈ പോയി ദെൻ അഗെയിൻ ഒരു റീട്രേസ്മെൻറ്റ്, സ്മോൾ ടെമ്പററി റിവേഴ്സൽ എന്നാണ് റീട്രേസ്മെൻറ്റിൻ്റെ അർത്ഥം. സോ ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ആ ഒരു സിനാദായക്കം നോക്കൂ, ഇവിടെ നിന്നൊരു ബ്രേക്ക് ക്രോസ് ഓവറിനോടൊപ്പം തന്നെ ഒരു ബ്രേക്ക് ഔട്ട് പോയി, അതിനോടൊപ്പം ഒരു റീട്രേസ്മെൻറ്റ് വന്നു. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്, ഈ മൂവിങ് ആവറേജസ് രണ്ടും ഇപ്പോൾ നോക്കൂ, 21 ഡേ മൂവിങ് ആവറേജ് താഴ്പോട്ടാണ് നിൽക്കുന്നത്, 9 മൂവിങ് ആവറേജ് ആണ് മുകളിലേക്ക് നിൽക്കുന്നത്. ഇത് രണ്ടും ഇതേമാതിരി താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ രണ്ടും മുകളിലേക്ക് പോകുന്നൊരു സിനാരിയോ നോക്കൂ, ഇവിടെ നിന്ന് പതുക്കെ വന്നു 9 ആണ് ആദ്യം, കാരണം ലീഡിങ് മൂവിങ് ആവറേജ് എത്ര 9 ആണ്. അപ്പോൾ അതെപ്പോഴും ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മറ്റത് സ്ലോ ആയിട്ട് ടേൺ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ആ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് അത് കൃത്യമായിട്ട് ഈ 2 പേരും 9ഉം 21 ഡേ മൂവിങ് ആവറേജും വെറും ക്രോസ് ഓവർ മാത്രം പോരാ, ഇവർ 2 പേരും ഡയറക്ഷണലി ഓൾസോ ഒന്നുകിൽ അപ്സൈഡ് ഡയറക്ഷൻ ബുള്ളിഷിലേക്ക് പോവുകയാണെങ്കിൽ, കോൾ സൈഡ് നിങ്ങൾ ബൈയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, 2 പേരും കൃത്യമായിട്ട് മുകളിലേക്ക് അതിൻ്റെ ആ ഒരു ട്രെൻഡ് അപ്സൈഡിലേക്ക് കാണിക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഫസ്റ്റ്. സോ അതിന് നമുക്ക് എന്ത് വേണം, വെയിറ്റിംഗ് ചെയ്യണം, പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ ഇൻസ്ട്രുമെൻറ്റിനും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡി ആയിരിക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ ടുവേർഡ്സ് അപ്സൈഡ് കൊടുത്തു, ഒരു അപ്പ് പോവുകയും ചെയ്തു, നമ്മുടെ കണ്ണു മുമ്പ് തന്നെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ അവിടെ കയറി ട്രേഡിലേക്ക് പോകരുത്. ഇവിടെ ആരെങ്കിലും ഇത് കണ്ട ഉടനെ ട്രേഡ് കയറിയിരുന്നെങ്കിൽ എന്താ സംഭവിച്ചതിന്, ഷടേന്ന് താഴെ വന്നു, കണ്ടോ. എന്നാൽ ഇത് താഴെ പോയിട്ട് തിരിച്ച് മേളിലേക്ക് കയറി വരില്ലേ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം.
കാരണം എന്തും സംഭവിക്കാം, മാർക്കറ്റ് ഏത് ദിശയിലേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവാം. സോ ബെറ്റർ ഇനിയും നമ്മളപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. നമ്മൾ അപ്സൈഡ് മാത്രമല്ല, ഇനി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ലൈൻ വരച്ച് ഇവിടെ വെക്കുക. കാരണം തൊട്ട് മുന്നത്തെ പ്രീവിയസ് ലോ ഏതാണ്, ഇവിടെ ഇതാണ് ലോ. ഈ ഒരു ആവറേജ് ലോ, ഈ ഒരു ലോയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുക. ഇവിടെയും ക്രോസ് ഓവർ, ഇവിടെ ഒന്നും നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോ ട്രേഡ് സോൺ തന്നെയാണ്. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് നോ ട്രേഡ് സോൺ, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിനോട് അത് മാത്രമല്ല, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ്, മൂവിങ് ആവറേജ് ഷോയിങ് എന്താ കാണിക്കുന്നത്, ഇതിപ്പോൾ രണ്ട് പേരും മുകളിലേക്ക് പോകാനും നിൽക്കുന്നു, താഴ്പോട്ടേക്ക് പോകാനും നിൽക്കുന്നു. സോ ഈ ഒരു സോൺ എത്ര സിമ്പിളാണ്. ആകെ നമ്മൾ ഡെക്സ്ട്രി ഓപ്പൺ ചെയ്യുക, ചാർട്ട് ഓപ്പൺ ചെയ്യുക, പിന്നെ ഓപ്ഷൻ സ്കാൽപ്പർ ഓപ്പൺ ചെയ്ത് വെക്കുക, സിമ്പിൾ. വെയിറ്റ് ചെയ്യുക കൃത്യമായ ഓപ്പൺ. ഞാൻ ഈ നിങ്ങളുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ, സ്റ്റാർട്ടിങ്ങിന് ഞാനിത് പഠിപ്പിക്കാൻ എടുക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കുമായിരുന്നു സത്യം. അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ലെവൽ, ഇതിനെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുക. അതാ നോക്കൂ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ വീണ്ടും തിരിച്ച് കയറി വരുന്നു. പക്ഷേ ഇപ്പോഴും തിരിച്ച് ഡൗൺ സൈഡ് ക്രോസിലാണ്. വെരി കെയർഫുൾ. നമുക്ക് എന്തെല്ലാം കണ്ടീഷൻസ് വേണം, RSI നോക്കണം. RSI വീണ്ടും എഗെയിൻ തിരിച്ച് അപ്സൈഡിലേക്ക് വന്നു കഴിഞ്ഞു. 54 ആൻഡ് എബോവ് നിൽക്കുന്നുണ്ട്. 60 ആൻഡ് എബോവ് പോകണം. പക്ഷേ 54 ആൻഡ് എബോവ് ദാറ്റ് ഈസ് ഗുഡ് സൈൻ ഫോർ എ പോസിറ്റീവ് മൂവ് ടുവേർഡ്സ് അപ്സൈഡ്. ദെൻ ഇപ്പോൾ വീണ്ടും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാകൂ. കാരണം പ്രീവിയസ് ഹൈ ഇവിടെ വന്നു, അതുകൊണ്ട് ഈ ഒരു ഹൈ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു റേഞ്ചിനുള്ളിൽ നമ്മൾ വീണ്ടും ഒരു ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത് വെക്കുക. എന്തിനാ ഈ ലൈൻ എന്ന് പറയുന്നത്, ആ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ വിസിബിൾ ഐസ് കൊണ്ട് നമുക്ക് നോക്കിയിട്ട് ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് എത്തുമ്പോൾ നമുക്ക് ഷാർപ്പായിട്ട് ഇവിടെ റെഡി ആയിരിക്കുക. ഇപ്പോൾ നമ്മൾ ബൈ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്, ഇവിടെ ഈ പോയിന്റ് 53,200 ആണ്. അപ്പോൾ 53,200 എവിടെ ഇരിക്കുന്നു, ഇതേ ഇരിക്കുന്നു 53,200. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കിനി ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. 1 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1 ലോട്ട് എന്ന് പറഞ്ഞാൽ 30 ക്വാണ്ടിറ്റീസ് ആണ്. സോ അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് നിങ്ങൾക്ക് ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഇവിടെ ഇത് കോൾ സൈഡാണ്. ഇതിന് നിങ്ങൾക്ക് പുട്ട് സൈഡിലേക്ക് പോകണമെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് PE ആയി, വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ CE ആയി. എല്ലാറ്റിൻ്റെയും കോളോ പുട്ടോ അതിന് സെല്ലും ബൈയും സെല്ലും ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ കോൾ സൈഡ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, ഡയറക്റ്റായിട്ട് ഇവിടെ ബൈ കൊടുക്കരുത്. ഇവിടെ കോൾ ആണെങ്കിലേ കോൾ. ഇപ്പോൾ ഇത് തന്നെ 53,200 നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സിംപ്ലി ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുട്ടായി. പിന്നെ അത് പുട്ടിൻ്റെ നമ്മൾ ബൈ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ വിട്ടു പോകാണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ CE ഇല്ല, PE ഇല്ല, ബട്ട് നൗ ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് PE പൊസിഷൻ. പക്ഷേ PEയിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ടോ, പറയൂ. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ പറയൂ, ക്രോസ് ഓവർ ഇല്ല, ക്രോസ് ഓവർ ടുവേർഡ്സ് അപ്സൈഡിൽ നിൽക്കുകയാണ്. ദെൻ ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ്. സോ ദർ ഇസ് നോ പോസിബിലിറ്റി. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് നിങ്ങളുടെ സംയമനം ആവശ്യം വരിക. വളരെ സംയമനത്തോടു കൂടി വേണം നമ്മൾ ട്രേഡിലേക്ക് ഏർപ്പെടാൻ. ഇത് ഹൈലി പ്രാക്ടിക്കൽ. ഇപ്പോൾ റിയൽ ടൈമിലാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കൂ, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒബ്സർവേഷൻ ക്ലീനായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്തു, നമുക്ക് വേണ്ടുന്ന ലെവൽസൊക്കെ മാർക്ക് ചെയ്തു, ട്രേഡ് എടുക്കാൻ റെഡി ആയിട്ട് നമ്മൾ നിൽക്കുന്നു. എവറിത്തിങ് ഈസ് റെഡി. ഒറ്റ വിൻഡോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിയും. പക്ഷേ ട്രേഡ് എടുക്കാൻ പാടുണ്ടോ, അത് മാത്രം പാടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ അവസരം വരാൻ, വീണ്ടും അവസരം നമുക്ക് വരാൻ വേണ്ടി റെഡിയാകുന്നുണ്ട്, പക്ഷേ ക്രോസ് ഓവർ റെഡി ആയിട്ടില്ല അല്ലേ. അപ്പോൾ വെയിറ്റ് ചെയ്യുക, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. നമുക്ക് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി എത്രത്തോളം വെയിറ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് കറക്റ്റായിട്ട് ഫില്ലായി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയാവും. നത്തിങ് ടു ഡു ആസ് എ ട്രേഡർ. ഇതൊക്കെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുക മാർക്കറ്റിൽ. ഇല്ല, ഇതിന് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതേസമയം വേറൊരു ഇൻസ്ട്രുമെൻറ്റ് നോക്കണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൻഡോ ക്രോസ് ചെയ്തിട്ട് ഇത് നിഫ്റ്റി, നമുക്ക് ബാങ്ക് നിഫ്റ്റി 1 മിനിറ്റ് നിൽക്കുന്നു. നമുക്കിനി വേണമെങ്കിൽ ഇവിടെ നിഫ്റ്റി കൊടുത്ത് നോക്കാം. നിഫ്റ്റിയിലൊരു ഓപ്ഷൻ സാധ്യതയുണ്ടോ നോക്കുക. അവിടെ ഇപ്പോൾ നിഫ്റ്റിക്ക് ഇപ്പോൾ ഏതാണ്ട് 1 മിനിറ്റിന് സാധ്യത കാണിക്കുന്നുണ്ട്. നോക്കൂ, ക്രോസ് ചെയ്തു. അയ്യോ, കറക്റ്റായിട്ട് അത് ഇവിടെ നിന്നൊരു ലെവൽ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പക്ഷേ പ്രീവിയസ്ലി അതിൻ്റെ ഇനി ടാർഗറ്റും കൂടി നമ്മൾ നോക്കണം. അവിടെയാണ് മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടൈം ഫ്രെയിം ചുരുക്കിയിട്ട് നമുക്ക് ടാർഗറ്റിൻ്റെ ലെവലിലേക്ക് എവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കണം. 1 മിനിറ്റ്. ഓക്കെ, അടുത്ത ടാർഗറ്റ്, ഒരു ടാർഗറ്റ് ഇവിടെയുണ്ട്.
ഇനിയൊരു ടാർഗറ്റ് ഇവിടെയുണ്ട് താഴ്പോട്ടാണെങ്കിൽ. നോക്കൂ, ഈ റേഞ്ചിൽ ഇപ്പോൾ നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റി, പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഇതുണ്ട്, നിഫ്റ്റിക്ക് അത് ഇതുവരെ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിഫ്റ്റി ആണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ ഇവിടെ നമുക്ക് ഇനിയൊരു സ്കാൽപ്പറും കൂടി നിങ്ങൾക്ക് ഓൺ ചെയ്യാം. നോക്കൂ, ഓപ്ഷൻ സ്കാൽപ്പർ കൊടുത്തു കഴിഞ്ഞാൽ 2 സ്കാൽപ്പർ, ഒന്ന് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിക്ക് കൊടുക്കുക, ഒന്ന് നിഫ്റ്റിക്ക് കൊടുക്കുക. സോ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് പുട്ട് ഓപ്ഷനിലേക്ക് പോകണം. ഏതാ 23,170. അപ്പോൾ 150 ഏതാണ്, 150. ഇത് സീന്ന് വരെ പി ആക്കുക. ഇവിടെ ഇതിപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴ്പോട്ടേക്ക് വരാനുള്ള സാധ്യത. കാരണം ഇവിടെ വന്നു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞു, താഴെ വന്നു, ഡയറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ബൈ കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നമ്മുടെ എൻട്രിയിലേക്ക് പോയി. എൻട്രി ഇവിടെ ബൈ പൊസിഷൻ നമുക്കിവിടെ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ഓർഡേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിഫ്റ്റിയുടെ നോക്കൂ, ഏറ്റവും താഴെ ഇൻട്രാഡേയിൽ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ നോക്കൂ, സ്കാൽപ്പിങ്ങിനാണ് നോക്കൂ 370 rupees പ്രോഫിറ്റ്, 510, 455. നോക്കൂ, പ്രൈസ് താഴെ വരും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ്, ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. എങ്ങനെയാണ്, പ്രീവിയസ്ലി അത് ലോ വന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ നമുക്കിനി തിരിച്ചിതിനെ റിവേഴ്സ് ചെയ്യണമെന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇതേ പുട്ടിന് നമ്മൾ ബൈ കൊടുത്തത് നമ്മൾ അതേ ഇതിന് തന്നെ ഇവിടെ ഒരു ക്ലിക്ക് സെല്ല് കൊടുത്താൽ മതി, ഇൻസ്റ്റൻ്റ്ലി അത് സെല്ലായിക്കോളും. സോ നമ്മളിപ്പോൾ എന്താ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ ഇവിടെ നോക്കൂ, ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് ഉണ്ടായത്, ബട്ട് സെയിം ഇതിപ്പോൾ 15 minutes ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മളത് 1 minute മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇത് 1 minute മാറ്റിയാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളും കറക്റ്റായ ലെവലിൽ വന്നു. നോക്കൂ, ഇതാണ് നമ്മുടെ ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സോ ഇതിനിടയിൽ ഇനി തിരിച്ചൊരു റീട്രേസ്മെൻറ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഇവിടെ നിന്നൊരു തിരിച്ച് സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഓക്കെ നോക്കട്ടെ, പ്രോഫിറ്റ് നോക്കൂ 274 ആയിട്ട് കുറഞ്ഞു. കാരണം നേരത്തെ ഏതാണ്ട് 400 rupees വന്നത്, ഇവിടെ ഇപ്പോൾ 200, 350, 299. എന്തുകൊണ്ടാണ് തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് വരുത്താ, ഈ ഒരു റീട്രേസ്മെൻറ്റ്. ബിക്കോസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, എപ്പോഴും 9 മൂവിങ് ആവറേജിന് നല്ല ഡെപ്തിലേക്ക് താഴെ വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് ടുവേർഡ്സ് ഈ പറയുന്ന 9 മൂവിങ് ആവറേജിലേക്ക് പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും വരിക. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം മൂവിങ് ആവറേജസ് ടുവേർഡ്സ് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞു. സോ അതുമാത്രമല്ല, ക്രോസ് ഓവർ പെർഫെക്റ്റ് ആണ്. അതിനുശേഷം താഴെ നല്ല ശക്തമായ രീതിയിൽ കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് കൃത്യമായിട്ടൊരു എൻട്രി എടുത്തത് കൊണ്ട് നമുക്ക് ഷടേന്ന് ഗാമ എഫക്റ്റ് കൂടി എൻട്രി എടുത്ത് അടുത്ത നിമിഷം തന്നെ നിയർലി 500 rupees അടുപ്പിച്ച് പ്രോഫിറ്റിലേക്ക് വന്നു നമ്മൾ, അല്ലേ? പക്ഷേ അത് സിറ്റുവേഷൻ ഞാൻ തിരിച്ചിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏതാണ്ട് ഇപ്പോൾ നോക്കൂ വീണ്ടും 9 rupeesലേക്ക് കുറഞ്ഞു. സോ ഈ ഒരു ചെറിയ ഡിഫറൻസസ് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ, പക്ഷേ ഇത് ഇപ്പോഴും നമുക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുട്ട് സൈഡിൽ ഇപ്പോൾ ഇത് ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇനി അപ്പ് സൈഡ് ഒരു റീട്രേസ്മെൻറ്റ് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി തിരിച്ച് വീണ്ടും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അൺടിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് വരെ. ഇനിയും പ്രൈസ് താഴ്പോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏത് വരെയാണ്, ഈ ഒരു ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്, പ്രീവിയസ് സപ്പോർട്ട് സോൺ അവിടെ കിടക്കുന്നു എന്നർത്ഥം. അതിങ്ങനെ 1 minute നമുക്ക് ഈ ഒരു ചാർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഒരു മിനിറ്റ്, 1 minute ആകുമ്പോൾ ഒരുപാട് നോക്കൂ, ചാർട്ടിൻ്റെ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ്ലി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് 15 minutes നോക്കിയപ്പോഴാണ് കാണാത്തത്. ഓക്കെ, അത് ഈ റേഞ്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇതിന് താഴെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് നോക്കിയാൽ അറിയാം. നോക്കൂ, സപ്പോർട്ട് സോൺ കൊണ്ട് ഒരിടത്തും ഇല്ല, ടോപ്പിൽ നിന്ന് ലോയിലേക്ക് വരിക. ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ട്രേഡിലിരിക്കുക. സോറി. ഓക്കെ, ലോങ്ങർ 1 minute നമുക്ക് ഒരുപാട് പിന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അടുത്ത സപ്പോർട്ട് കണ്ടെത്താൻ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അത് തിരിച്ച് ഞാൻ ഈ ഒരു പോയിന്റ് വന്ന് 15 minutes ടൈം ഫ്രെയിമിൽ നോക്കിയപ്പോഴാണ് ഏറ്റവും നിയറസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. സോ ദിസ് ഈസ് ദ ടാർഗറ്റ് ഫോർ അസ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, അത് ഇവിടെയാണ്. നമ്മളിപ്പോൾ ഷോർട്ട് പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഈ ഒരു റേഞ്ച് വരികയാണെങ്കിൽ നോക്കൂ 1:4 റേഷ്യോ നമുക്കുണ്ട് കണ്ടോ. 1:4 നമുക്ക് കിട്ടാം. ഇത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ വരാൻ സാധ്യതയുണ്ടെന്നർത്ഥം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ടാർഗറ്റ് വരും നമുക്ക് നോക്കാം.
സോ ഞാനിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമ്മളിപ്പോൾ പുട്ട് ഓപ്ഷനിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാണ്. ഈ പുട്ട് ഓപ്ഷൻ പൊസിഷൻ എന്തായാലും എന്താ പറയുക ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സോ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഇത് വീഡിയോയിലെ അവസാനത്തിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ മീൻ ടൈം ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യുക. T3 പ്ലാറ്റ്ഫോം എടുക്കുക, ഓപ്ഷൻ സ്കാൽപ്പർ യൂസ് ചെയ്യുക, ദെൻ ചാർട്ട് യൂസ് ചെയ്യുക. ചാർട്ട് യൂസ് ചെയ്തിട്ട് EMA ക്രോസ് 921 കൊടുക്കുക. ക്രോസ് ഓവർ മാത്രം പോരാ, ക്രോസ് ഓവർ കഴിഞ്ഞ് അതിനോടൊപ്പം ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ടുവേർഡ്സ് ഡൗൺ സൈഡ് ഓർ അപ്പ് സൈഡ് ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ മൂവിങ് ആവറേജ് ലൈൻസും ടുവേർഡ്സ് അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് കൺഫർമേഷൻ വേണം. നല്ലോണം ക്രോസ് ഓവർ വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് മാക്സിമം 2 to 3 ക്യാൻഡിൽസ് നിങ്ങൾ കണ്ടതാണ്. ഞാൻ കൃത്യമായിട്ടും പ്രോഫിറ്റ് പോയിന്റ് കാണിച്ചു തന്നതുമാണ്. എന്താണ് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതാണ് ഗാമ എഫക്റ്റ് സംഭവിച്ചത്. എൻട്രി എടുത്ത ഉടനെ തന്നെ നമുക്ക് അറൗണ്ട് 500 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് റേഞ്ചിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്നും 9 മൂവിങ് ആവറേജ് അതാണ് ഏറ്റവും ഫാസ്റ്റ്. അതിന് ഒരുപാട് ഗ്യാപ്പ്, അതിൽ നിന്നും ഒത്തിരി ഗ്യാപ്പിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എക്സിറ്റ് ആകണം. അതാണ് സ്കാൽപ്പറിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ നിന്ന് ഉറപ്പായിട്ട് ഒരു റീട്രേസ്മെൻറ്റ് ടുവേർഡ്സ് അപ്പ് സൈഡ് അല്ലെങ്കിൽ മുകളിലേക്കാണെങ്കിൽ ടുവേർഡ്സ് ഡൗൺ സൈഡ് വരാനും സാധ്യതയില്ല. ഈ ഗ്യാപ്പ് തമ്മിൽ എപ്പോഴും കൺവേർജ് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ ഇതെപ്പോഴും ശ്രദ്ധിക്കുക. എത്രത്തോളം ഗ്യാപ്പ് കൂടി വരുന്നുവോ അടുത്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു തുടങ്ങിയാൽ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾ അവിടുന്ന് എസ്കേപ്പ് ആകുക. ദാറ്റ് ഈസ് യുവർ ടാർഗറ്റ്. ഇത് നോക്കിയിരുന്ന് നമ്മൾ മീൻ പിടിക്കുന്ന പോലെ തന്നെയാണ്, വേറെ ഒരു മാർഗ്ഗമല്ല. വേറെ ഓട്ടോമേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കോർഡിനേഷനാണ് നമ്മുടെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, എസ്പെഷ്യലി ഇൻഡെക്സസ് ഓപ്ഷൻസ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പൊക്കെ കൊടുക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.